സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്ന് മാറ്റില്ല. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ഡൽഹി ഹൈക്കോടതി. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഡോക്ടറുമായി സഹകരിക്കണമെന്നും മരുന്നുകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കില്ല എന്നും വാങ്ചുക്കിനോട് കോടതി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വാങ്ചുക്കിന്റെ ഭാര്യയുടെ ആവശ്യമാണ് സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്നത്. എന്താണ് ഹൈക്കോടതി ആ വിഷയത്തിലെടുക്കുന്ന നിലപാട്? സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ജന്തർ മന്ദറിലെ CJPയുടെ സമരപ്പന്തലിൽ നിന്ന് പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയത്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് സഫ്ദർജംഗ് ആശുപത്രിയിലുമായിരുന്നു. പക്ഷേ ഈ ആശുപത്രിയിൽ അദ്ദേഹം അനധികൃത തടവിൽ കഴിയുകയാണെന്നും തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയം അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നതായിരുന്നു സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ ആവശ്യം. ഇന്നിപ്പോൾ ഈ ഹർജിയിൽ സോനം വാങ്ചുക്കിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും അതോടൊപ്പം തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയും ഹാജരായി. വാദപ്രതിവാദങ്ങൾക്കിടെ കോടതി കേന്ദ്ര സർക്കാരിനോട് അടിയന്തരമായി വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ടാണ് കോടതിയിൽ മറുപടിയായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ വിശദീകരിച്ചത്. അദ്ദേഹത്തിന്റെ പൊട്ടാസ്യം ലെവലിൽ ഗുരുതരമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതി മുഖവിലേക്കെടുത്തു. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ബൈസ്റ്റാൻഡർമാരായിട്ടുള്ള ഭാര്യയ്ക്കും സഹോദരനും അദ്ദേഹത്തെ കാണാൻ അനുമതിയുണ്ട് എന്നും അദ്ദേഹം തടവിലല്ല എന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പ്രത്യേകം താമസിക്കാനുള്ള മുറിയും മറ്റു സൗകര്യങ്ങളും ഇല്ലേ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. നിലവിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് നിർബന്ധിച്ച വായിലൂടെ ആഹാരമോ മരുന്നോ നൽകിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ എയിംസിലെ ഡോക്ടറും കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്നൊരു ആശുപത്രി മാറ്റം കോടതി അംഗീകരിച്ചിട്ടില്ല, വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പകരം കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. ഈ സോനം വാങ്ചുക്കിനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ മുറിക്കുള്ളിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് എന്ന വാദം ഉൾപ്പെടെ കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരുന്നു. ആ വാദത്തിലും കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 24-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ശരി.